65 ചോദിക്കുന്നുണ്ട്. ആ 265 ചോദ്യം. 265 ചോദ്യം. കുറച്ച് കൊടുക്കല്ല, എന്തെങ്കിലും ആളുകൾ വരട്ടെ. ആള് വന്നാൽ എന്തെങ്കിലും കുറയും. മാക്സിമം ലോണും കിട്ടുമല്ലേ? മാക്സിമം ഫുള്ള് ലോണും കിട്ടും. ഇത് നമ്മൾ 165 ചോദ്യം ഉണ്ട്. കുറച്ച് കൊടുക്കല, എന്തെങ്കിലും കുറയും. കുറച്ച് കൊടുക്കാം. ലോണും കിട്ടുമല്ലേ? ഇനി 1.5 രൂപ ലോണും കിട്ടും. നമ്മൾ 1.20 കൊടുക്കാം. 1.20 കൊടുക്കാം. 1.20. ഓക്കെ. മാക്സിമം ലോണും മാക്സിമം ലോൺ ₹1 എന്തായാലും ലോണും കിട്ടും. ലോണും കിട്ടും. ഈ മെക്കാനിക് എന്ത് പാട്? മെക്കാനിക് ഒക്കെ മിയത്തിൽ മിയാ. ഓക്കെ. എത്രക്ക് കൊടുക്കാൻ പറ്റും? ഇത് നമ്മൾ ₹1 ചോദിക്കുന്നുണ്ട്. ₹1 ചോദിക്കുന്നുണ്ട്. വില കൊടുക്കാം. കുറച്ച് കൊടുക്കാം. നമ്മൾ ₹90 ചോദിക്കുന്നുണ്ട്. ഈ കണ്ടീഷനിലാണെങ്കിൽ ₹90. പേപ്പർ എടുത്താൽ റേറ്റ് മാറും. 1.80 കൊടുക്കാം. 1.80 ചോദ്യം. 1.80 ചോദ്യമാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ കമ്മി ഉണ്ടാവും. ആദ്യം പറഞ്ഞില്ല എന്തേ ചെറിയ കമ്മിയാക്കി കൊടുക്കും. അതെ. ആൾട്ടോ 800 പൈസ കൊടുക്കാം. നമ്മള് ചെറിയ പൈസ കൊടുക്കും. എത്ര കൊടുക്കാം? 2.5 കൊടുക്കാം. 2.5 കൊടുക്കാം. 14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു അടിപൊളി ഷോറൂമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ചെറിയ ബഡ്ജറ്റിൽ കാറുകൾ നോക്കുന്നവർക്ക് ചെറിയ ചില്ലറ പൈസയേ ഉള്ളൂ അല്ലെ? ചെറിയ പൈസ. എല്ലാം ഏകദേശം ഒരു 40 വാഹനങ്ങളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത്. എന്റെ ചാനലില് ഇതുവരെ കാണിക്കാത്ത ഒരു ഷോറൂമാണ്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് മുഹമ്മദ് ഖാണ്. മുഹമ്മദ് ഖാൻ എന്തൊക്കെയുണ്ട്? വളരെ സുഖം. മുഹമ്മദ് ഖാൻ ഇതിന്റെ ഓണറാണ്. പിന്നെ കുറെ വണ്ടി ഉണ്ടല്ലേ? കുറെ വണ്ടി ഉണ്ട്. എല്ലാം ചെറിയ പൈസക്ക് ആൾക്കാർക്ക് കൊടുക്കാന്നുള്ളതാണ്. അതെ. എത്ര രൂപ മുതൽ സ്റ്റാർട്ടിങ്? ഇതിപ്പോ നമ്മള് 60 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് അല്ലേ? ഒരു സാധാരണക്കാർക്ക് ഒരു സ്കൂട്ടറിൽ പോകുന്ന ഫാമിലിക്ക് മഴയും വെയിലും കൊള്ളാതെ പോവാം. അതേ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ വാഹനങ്ങൾ. ചെറിയ മഴയും കൊള്ളണ്ട, വെയിലും കൊള്ളണം. അതാ അതിനുള്ള സുഖം. എല്ലാം ഉണ്ടല്ലോ. 7 സീറ്റ് വരെ ഉണ്ടല്ലോ. 7 സീറ്റർ ഉണ്ട്, 5 സീറ്റർ ഉണ്ട്. അതും ചെറിയ പൈസ കൊടുക്കാം. ചെറിയ പൈസക്ക് നല്ല ക്ലീൻ പീസുകള്, നല്ല പെട്ടി പീസ് അല്ലേ? നല്ല പെട്ടി പീസ്. ഓക്കെ. സെഡ് ലൈൻ യൂസ്ഡ് കാറാണ്. നമ്മുടെ ലൊക്കേഷൻ എങ്ങനെയാ വരുന്നത്? കൂട്ടാലിങ്കല്, പഴയ ആക്കാമില്ലിന്റെ മുൻവശം. ഓക്കെ. കൂട്ടാലിങ്കൽ എന്ന് പറയുമ്പോൾ തറയിട്ടാല് പഴയ എയർപോർട്ട് റോഡ്. കുണ്ടോട്ടിന്ന് കുന്നമ്പ്രം കക്കാട് പോണ എയർപോർട്ട് റോഡ് കൂട്ടാലിങ്കലാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത്. അല്ല, നമ്മള് ഇപ്പൊ കോഴിക്കോട് ആ ഭാഗത്ത് നിന്നൊക്കെ വരികയാണെങ്കിൽ എങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നേരെ കൊണ്ടോട്ടി ഇറങ്ങുക. കൊണ്ടോട്ടി സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് കക്കാട് ബസ്സിന് കയറുക. കുന്നമ്പ്രം കക്കാട് പോണ ബസ്സിന്. ഓക്കെ. അതിന് കയറിയാല് അവിടുന്ന് 1.5-2 കിലോമീറ്റർ നമ്മളെ സ്പോട്ടിൽ. ഇവിടത്തേക്കല്ല, ഈ സ്പോട്ടിലേക്ക്. ഇത് നമ്മുടെ ഈ കരിപ്പൂർ എയർപോർട്ടിന്റെ ബാക്ക് സൈഡ് റൺവേന്റെ ചാരിയാണ് സാധനം കിടക്കുന്നത്. അതെ. സംഭവം കരിപ്പൂർ എയർപോർട്ടിന് ചാരിട്ടാണ്. ബാക്ക് സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലാണ് നാട് മാത്രം. കൊണ്ടോട്ടിന്റെ മറ്റൊരു ഭാഗത്ത്. അതെ. കൊണ്ടോട്ടി സ്റ്റാൻഡിന്റെ മറുഭാഗത്ത്. ആയിക്കോട്ടെ. എന്തായാലും നിങ്ങളെ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ആവശ്യക്കാർ വിളിച്ചാൽ മതി. അതെ. പിന്നെ ഇവിടെ മാക്സിമം 40 വണ്ടികളുണ്ട്. എന്തായാലും ഈ വീഡിയോയിൽ കൊള്ളിക്കുന്നത്ര കൊള്ളിച്ചിട്ട് കാണിച്ചു കൊടുക്കാം നമുക്ക്. അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ രണ്ടാമത്തെ എപ്പിസോഡായിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോ നമുക്ക് വണ്ടി കാണിച്ചു കൊടുക്കല്ലേ? വണ്ടി കാണിച്ചു. വേറെ വീഡിയോയിലേക്ക്. ടാറ്റന്റെ ടിയാഗോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതെങ്ങനെയായിരുന്നു? ഡീസലാണ്. ഡീസൽ വണ്ടി. ഓക്കെ. 16 മോഡല്, 17 റേസർ, 17 രജിസ്റ്റർഡ് ആയിട്ടുള്ള വണ്ടി. 16 മോഡൽ അല്ലേ? 17 രജിസ്റ്റർ. ഓക്കെ. ഇത് മൈലേജ് എത്ര കിട്ടും? 18-20 എന്തായാലും കിട്ടും. ഓക്കെ. ഡീസൽ അല്ലേ? ഡീസൽ വണ്ടിയാണ്. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. ഓട്ടോ വല്ലാണ്ടുണ്ടോ? ഓട്ടോ 1.10 ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇത് ഏത് ഓപ്ഷൻ വരുന്നത്? മിഡിലാ ഫുള്ളാ? ഫുള്ളിന്റെ താഴെ. അല്ലേ? എത്ര കൊടുക്കുക ഇത്? ഇത് നമ്മള് 2.25 രൂപ ചോദിക്കുന്നുണ്ട്. 2.25 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കാം. എന്തെങ്കിലും കുറച്ച് കൊടുക്കും. ലോണും കിട്ടുമല്ലോ? ലോണും കയറും. ഒരു പൈസ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്. ഓന് ലോണിന് ചെറിയൊരു വിഷയം ഉണ്ട്. ലോണ് അഥവാ അയാളെ വിഷയം ലോണ് തീർന്ന അയാൾ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും. അത്രേ ഉള്ളൂ. അയാൾക്ക് ലോൺ കിട്ടിയില്ലെങ്കിൽ വണ്ടി ഇവിടെ ഉണ്ടാവും. അയാൾക്ക് കിട്ടിയാല് പോവും ചെയ്യും. ഓക്കെ. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഊണ്ടൈന്റെ വണ്ടിയാണ്. ഹിയോൺ ആണ്. എങ്ങനെയായിരുന്നു ഇത്? ഇത് 2012 മോഡൽ. 12 വണ്ടി. ഓക്കെ. പേപ്പർ 27 വരെ 27 ലാസ്റ്റ് വരെ ഉണ്ടാവും. ഈ മെയിൻ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് അല്ലേ? അത് മാങ്ങ വീണ കണ്ണുമ്പന്ന് വീണാ വാങ്ങി. ഒറിജിനൽ ഗ്ലാസ് അല്ലേ? ഒറിജിനൽ ഗ്ലാസ് ആണ്. നമ്മളെ കണ്ണുമ്പന്ന് മാങ്ങാണ്ട് വീണ്. അത് മാറിയിട്ട് വേണം കൊടുക്കാലോ? മാറ്റി കൊടുക്കാം. ഓക്കെ. എങ്ങനെ വണ്ടി എത്ര ഓട്ടം ഉണ്ട്? ഇത് 1.10 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല. ആ ഒരു പൊട്ട് മാറിയപ്പോ റീപ്ലേസ് മെയിൻ ഗ്ലാസ് ആയി. അതെ. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇത് എറ പ്ലസ്. AC പവർ സ്റ്റിയറിംഗ്, AC പവർ, 2 വിൻഡോ, 2 ഡോർ പവർ വിൻഡോ അല്ലേ? വേറെ മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. മെക്കാനിക് ഒക്കെ ക്ലിയർ. എത്ര കൊടുക്കുക? നമ്മൾ 1.20 കൊടുക്കാം. 1.20 കൊടുക്കാം. ഓക്കെ. മാക്സിമം ലോണും
മാക്സിമം ലോൺ ₹1 എന്തായാലും ലോൺ കിട്ടും. ലോണും കിട്ടൂല്ലേ. എത്ര മോഡൽ പറഞ്ഞത്? 2012 12 മോഡൽ. 1,20,000 കൊടുക്കല്ലേ. ഇവിടെ ഒരു ആൾട്ടോ 800 കാണിച്ചു കൊടുക്കല്ലേ. ഇത് എങ്ങനെയായിരുന്നു മോഡല്? 2013 മോഡൽ. 13 വണ്ടി. ഓക്കെ. LX അല്ലേ? LXI ഇല്ല, LXേ ഉള്ളൂ. അല്ല ഇത് പവർ സ്റ്റാറിംഗ് ഇല്ല. ഇതില്ല. ഇത് ഫസ്റ്റ് ഇറങ്ങിയ വണ്ടിയല്ലേ? ഫസ്റ്റ് ഇറങ്ങിയ. എത്ര? 2013 വണ്ടി. ഓക്കെ. LX. AC ഉണ്ടാവും, പവർ ഇല്ല. പവർ സ്റ്റിയറിംഗ്. ചെറിയ പൈസ കൊടുക്കാതെ വണ്ടി 40 ചോദിക്കുന്നുണ്ട്. സിംഗിൾ ഓണർ, സെക്കൻഡ് ഓണർ. 30,000 കിലോമീറ്റർ ഇത് ഓടിയിട്ടുള്ളൂ. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് ഒരു കൊല്ലം നിർത്തിയിട്ടേക്ക് ഈ സാധനം നിർത്തിയിട്ടുണ്ടായിരുന്നല്ല. ഭർത്താവ് ഭാര്യന്റെ പേര് ആക്കി. അത് കുറച്ച് കഴിഞ്ഞപ്പോ ആള് പണിയായിരുന്നു. അതിനെ വണ്ടി തൊട്ടിട്ടുമില്ല. അത് ഇന്നപ്പിലടന്ന്. പിന്നെ പെണ്ണുങ്ങള് വണ്ടി തൊട്ടില്ല. ആലേന്ന് നമ്മളെടുത്ത് പോന്ന. അത് ശരി. ഇത് എത്ര കൊടുക്കാം? 1,40 ചോദിക്കുന്നുണ്ട്. 40 ചോദിക്കുന്നത് കുറച്ച് കൊടുക്കല. 13 വണ്ടി. ഓക്കെ. ആവശ്യക്കാരെ വിളിച്ചോടല്ല. ഇതെവിടെ ഒരു സാൻഡ്രോ കാറ്, അതും ചെറിയ പൈസ കൊടുക്കല. എത്ര ഇത് മോഡല്? ഇത് 2010 പുതിയ പേപ്പർ. 10 പുതിയ പേപ്പർ. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, പവർ, 2 ഡോർ പവർ വിൻഡോ അല്ല ഒക്കെ വരും അല്ല? ഓക്കെ. ഇല്ല, അതിൽ പവർ വിൻഡോ വരുന്നില്ല. പവർ വിൻഡോ വരില്ല. പവർ വിൻഡോ ഇല്ലാത്തത്. 10 മോഡല് പുതിയ പേപ്പർ അല്ല? വണ്ടി മെക്കാനിക് എന്ത് പാട്? മിയത്തിൽ മിയാ. ഓക്കെ. എത്രക്ക് കൊടുക്കാൻ പറ്റും? ഇത് നമ്മൾ ₹1 ചോദിക്കുന്നുണ്ട്. ₹1 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കാം. ആവശ്യക്കാർ വരട്ടല്ല. ഓക്കെ. വണ്ടിമ വേറെ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല. മെക്കാനിക്കലായിട്ടും മേജർ ആയിട്ടും വലിയ പ്രശ്നങ്ങളൊന്നും എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്തോ. ആദ്യം നമ്മൾ പറയുന്നത് ചെക്ക് ചെയ്തെടുക്കാൻ, ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. ഇവിടെ ഒരു ഡാറ്റ്സന്റെ ഗോ അല്ലെ? 5 സീറ്റ് വണ്ടിയാണ്. എങ്ങനെയാണ്? 2014 മോഡല്. 14 വണ്ടി. ഓക്കെ. ഓട്ടൊക്കെ എത്ര ഉണ്ട്? ഓട്ടോ 1,18 ഓടിയിട്ടുണ്ട് അല്ലേ? റീപ്ലേസ് കാര്യമൊന്നുമില്ല. ഇതെന്ത് നോക്കാനില്ല. വണ്ടി എന്ത് പാട്? മെക്കാനിക് നീറ്റ വണ്ടിയാ. കാണാൻ നല്ല വൃത്തിയുണ്ട്. പൈസ കൊടുക്കാം. ഉള്ളും പുറത്തൊക്കെ നോക്കണം. വില നമുക്ക് ലാസ്റ്റ് പറയാം. ഉള്ളും പുറത്തൊക്കെ നോക്കണം. നല്ല വൃത്തിയുണ്ട്. 2 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നുണ്ട് അല്ലേ? 2 ഡോർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, പവർ ഉണ്ട്, പിന്നെ ഫുൾ കട്ട് ടയർ എല്ലാം ഉണ്ട്. കാണാന് നല്ല വർക്കത്തുണ്ട്. 4 ടയർ പുതിയത്. എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമ്മൾ 1,40,000 കൊടുക്കും. 1,40,000 കൊടുക്കാം. അതും 2015 വണ്ടി. 14 വണ്ടി. ലോൺ കിട്ടും അതിന്? ലോൺ ₹1 ഏതായാലും കിട്ടും. ഫുൾ കവർ ഇൻഷുറൻസ്. ലോൺ ഉറപ്പ് കിട്ടും. ഒരു ₹40 ഉണ്ടെങ്കിൽ ഇറക്കാം. ₹40 വണ്ടി കൊണ്ടുപോകാം. അപ്പൊ ആവശ്യക്കാര് വിളിച്ചോട്ടല്ല. ഒരു ആൾട്ടോ 800 എടുക്കുന്ന പൈസക്ക് ഒരു ആഡംബര കാറ്. പഴയ കാലത്തെ രാജാവ്. പണ്ടത്തെ രാജാവ് അങ്ങനെ പറയണോ? അതെ. പനോരമിക്ക് സൺറൂഫ് ഒക്കെ വരുന്ന ഒരു വണ്ടി. എല്ലാ സെറ്റപ്പ് ഓട്ടോമാറ്റിക്. 5 സീറ്റ് വണ്ടി ആണെങ്കിലും ഇല്ല, ഈ വണ്ടി കാണാൻ ഒരു 7 സീറ്റിന്റെ ആ ഒരു ലുക്ക് ഉണ്ടല്ലേ? എത്രയോ തോന്നുന്നു. പറ്റേ 5 സീറ്റേ ഉള്ളൂ. ഞാനും ഫസ്റ്റ് വിചാരിച്ച 7 സീറ്റ് ആണ്. ഇത് RC 5 സീറ്റ് തന്നെയല്ലേ? ഇൻക്ലൂഡ് തന്നെയല്ലേ? ഓക്കെ. ഈ വണ്ടി നിസാന്റെ എക്സ്ട്രൈൽ എന്ന് പറഞ്ഞ ഒരു വാഹനമാണ്. ഇത് എങ്ങനെയായിരുന്നു ഇതിന്റെ മെക്കാനിക് കാര്യങ്ങളൊക്കെ? മെക്കാനിക് നിസാന്റെ കമ്പനി അല്ലേ? നിസാന്റെ അടച്ചു പോയിട്ടൊന്നുമില്ലല്ലോ. അതെ ഉണ്ടല്ലോ. അതുകൊണ്ട് എല്ലാ പണിയും എടുത്തു തരും. അതെ. ഇപ്പൊ നിലവിൽ ഇപ്പൊ എടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും പണിയുണ്ടോ? ഒരു പണിയില്ല. ഓനെ ഇവിടേക്ക് കേരളത്തിക്ക് നമ്പർ ആക്കണ ഒരു പണിയുണ്ട്. നമ്പർ ആക്കണം. ഗോവയിലാണ് സാധനം ഉള്ളത്. ഗോവന്റെ സാധനം ഇവിടെ ഹർത്താലുകളാണെങ്കിലും സാധനം അഡ്രസ് എടുക്കണത് ഗോവയിലാ. അത് ശരി. നമ്പർ ആക്കണം. നമ്പർ ആക്കണം. അതിന് ചെറിയ പൈസ മുടക്ക് വരും. ഇതിപ്പോ നമ്പർ ആക്കിയിട്ട് നമ്മളിങ്ങനെ NOC കൊടുക്കും. NOC കൊടുക്കൂല്ലേ? നമ്പർ ആക്കി കൊടുക്കണ അതിനുള്ള ചെലവ് പോലും വയ്ക്കുക. അപ്പൊ നമ്മള് ആക്കി കൊടുക്കുകയും ചെയ്യും. അതെ, ചെലവ് പോലും വയ്ക്കുക. നമ്മളിത് ഒരു ആൾട്ടോ 800 പൈസ കൊടുക്കാം. നമ്മള് ചെറിയ പൈസ കൊടുക്കും. എത്ര കൊടുക്കാം? 2.5 കൊടുക്കാം. 2.5 കൊടുക്കാം. നമ്പർ എടുക്കുന്ന ആളായിക്കോട്ടെ അല്ലെ? അതും അവരാക്കുക. ഇവൾക്കില്ലെങ്കിൽ പോലെ അതിന്റെ പൈസ പോലും കൊടുക്കാതെ നമ്മൾ ആക്കി കൊടുക്കാം. NOC ഒക്കെ റെഡിയാ. ഓക്കെ. ആവശ്യക്കാർ വിളിച്ചോട്ടെ അല്ലെ? ഇതെവിടെ ചില്ലറ പൈസന്റെ കാറുകളാണ്. ഫോർഡിന്റെ ഫിഗോ. എങ്ങനെയായിരുന്നു മോഡലിക്ക? 2011 വണ്ടി അല്ല? പുതിയ പേപ്പർ എടുത്തിക്കണ? ഇല്ല. അത് എടുക്കണ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എടുത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഈ കണ്ട കണ്ടീഷനിൽ അടിച്ചാൽ ₹90 ചോദിക്കുന്നുണ്ട്. ഈ കണ്ടീഷനിലാണെങ്കിൽ ₹90. പേപ്പർ എടുത്താൽ റേറ്റ് മാറും അല്ലെ? ഓക്കെ. വണ്ടി എന്ത് പാടി? മെക്കാനിക് കുഴപ്പമില്ല. നീറ്റ് വണ്ടി അല്ലേ? ഡീസൽ അല്ലേ? ആൾക്കും വന്നിട്ടൊക്കെ ചെക്ക് ചെയ്തെടുക്കുക.
അതെ നമുക്ക് താല്പര്യം അതാ. അത് ചെക്ക് ചെയ്യാതെ ആരും എടുക്കൂലല്ലോ, ഓലെ മുതലല്ലേ എടുക്കൽ, അതാണ് നമുക്ക് റാത്ത്. ഓക്കെ. അപ്പോ ഇത് ഡീസൽ അല്ലേ വണ്ടി? ഡീസൽ. 20 കിലോമീറ്റർ മൈലേജ്, 20 മൈലേജ് ഉണ്ടാവും. ആവശ്യക്കാർ വിളിച്ചോട്ടെ അല്ലെ. ഇവിടെ ഒരു 50 ഉറുപ്പ്യക്ക് ഒരു വണ്ടി കൊടുക്കാം, വെറും 50,000. വെറും 50,000 മായും പേലും ഒന്നും കൊള്ളണ്ട. ഓടാനുള്ള പേപ്പറുകളും മുഴുവൻ ഓലുണ്ടാക്കുക. അതെ അതെ, നമ്മളൊരു RC വണ്ടിയാണ് കൊടുക്കും. അല്ല ഇത് കേരള വണ്ടിയല്ലേ? കേരള വണ്ടി. ഇതിന്റെ അതായത് ടെസ്റ്റ് എടുക്കാൻ പൈസ വേണം, 10-20 ഉറുപ്പ്യ മുടക്കാം. 20 ഉറുപ്പ്യ വേണ്ടി വരും. ഇത് പൊളിച്ചാൻ കൊടുത്താൽ കിട്ടും 40 ഉറുപ്പ്യ. ഇത് ഏത് വണ്ടി? ഇത് ടാറ്റന്റെ. ടാറ്റന്റെ വണ്ടി അല്ലേ? ടാറ്റന്റെ വണ്ടിയാ. ഇൻഡിക്ക. ഓക്കെ. ഡീസൽ വണ്ടി. ഡീസൽ. മെക്കാനിക് എന്തുപാട്? മെക്കാനിക് ഒക്കെ നല്ല ക്ലിയറാണ്. എന്താണ് പേപ്പർ ഇല്ല, പേപ്പറൊക്കെ തീർന്നിന്. എടുക്കല്ലോ, പൈസ എടുക്കാം. ഇപ്പൊ ഈ കണ്ട കണ്ടീഷനിൽ ഇങ്ങനെയാണ് കൊടുക്കാം. 50 ഉറുപ്പ്യ. ഇത് മറ്റേ ഈ സ്വിഫ്റ്റ് കാറിന്റെ എഞ്ചിൻ, വാട്ടർ ജെറ്റ് ഇഞ്ചിനല്ലേ വരിക. അതെ അതെ, എന്നെ പഴയ ടാറ്റ നമ്മളതല്ലേ, ഒക്കെ പുറത്തല്ലേ. അതെ അതെ, പക്ഷെ നമ്മളതാണല്ലോ. അതെ, ഇത് നമ്മളതാണ്, ഇന്ത്യന്റെ മുതലല്ലേ. നമ്മൾ നിസ്സാരായിട്ട് കാണേണ്ടത്, നിസ്സാരായിട്ട് കാണരുത്. കാരണം ഇതിന്റെ ബോഡി ഒക്കെ ഭയങ്കര 50 ഉറുപ്പ്യ പറയുമ്പോ ചില ആൾക്കാർ നിസ്സാരായിട്ട് കാണണം. അതെ, അത് നമ്മളത് ആയിട്ടാണ്ട് കൊടുക്കാണ്. അതെ. ഇവിടെ വീണ്ടും ഒരു ഫോർഡിന്റെ ഫിഗോ. ഇത് വേറൊരു ടൈപ്പ് ആണല്ലേ, ഒരു ടൈപ്പ് ആണ്. അതെ, ഡിക്കുള്ള ടൈപ്പ് ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല്? 12 രജിസ്റ്റർഡ്. ഡീസൽ വണ്ടി. മൈലേജ് കൂടുതൽ കിട്ടുമല്ലോ. മൈലേജ് അതേ മൈലേജ് 20-22 മൈലേജ് കിട്ടും. ഓക്കെ. വണ്ടി ഇത് മെക്കാനിക് എന്തുവാണ്? അതെ, ഫോർഡിന്റെ ഫിഗോ നല്ല സാധനല്ലേ. നല്ല സാധനം, സെറ്റപ്പ് കൊണ്ടുനടക്കാലോ. വേറെ റീപ്ലേസും കാര്യമൊന്നും അങ്ങനത്തെ ഒന്നുമില്ല. ഇത് എത്ര കൊടുക്കാം? ഇത് നമ്മളിപ്പോ എങ്ങനെയാണ് ചോദിച്ചാൽ 1.30 ചോദിക്കണേ. 1.30 ചോദിക്കുന്നു. വില കുറയോ? അതിന്റെ കുറച്ച് കൊടുക്കും. നമുക്ക് ഇവിടെ ഒരു റിഡ്സ് കാർ കാണിച്ചു കൊടുക്കാം. ഇത് എങ്ങനെയായിരുന്നു? ഇത് 2010 പെട്രോൾ വണ്ടിയാ. 2010 പുതിയ പേപ്പർ എടുത്തിക്കണ? പുതിയ പേപ്പർ. ക്ലീൻ വണ്ടി, നല്ല ക്ലീൻ പീസ് അല്ല, നല്ല ഒറിജിനൽ, നല്ല ബോഡി ഷേപ്പ് ഉള്ള വണ്ടി. മെക്കാനിക്കലി മെക്കാനിക്കൽ പക്ക. ഇത് VXI ഓപ്ഷൻ? VXI. ഓക്കെ. വേറെ തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല അല്ലെ? ഒന്നുമില്ല. ഒരു റീപ്ലേസും ഇല്ല. നമ്മള് 1.80 ചോദിക്കുന്നുണ്ട്. 1.80 ചോദിക്കുന്നുണ്ട്. 1.80. നല്ല വണ്ടിയല്ല, റീപ്ലേസ് ഒന്നുമില്ല. മെക്കാനിക്കൽ പെർഫെക്റ്റ്, മെക്കാനിക് ക്ലീൻ വണ്ടി. ബാക്ക് വൈപ്പർ ഒക്കെ വരുന്ന മറ്റേ ഇതാണ് സാധനം. ഇത് ലിമിറ്റഡ് എഡിഷൻ. ഓക്കെ. അപ്പൊ 1.80 കൊടുക്കാം. 1.80 ചോദ്യം. 1.80 ചോദ്യമാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ കമ്മി ഉണ്ടാവും. ആദ്യം പറഞ്ഞില്ല, എന്തേ ചെറിയ കമ്മിയാക്കി കൊടുക്കും. അതെ, എല്ലാത്തിനും ഉണ്ട്. വാഗനർ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതെങ്ങനെയാണ് നിൽക്കുക? മോഡല് 2016 വണ്ടി. 16 മോഡൽ. ഇത് മാനുവൽ വണ്ടി? മാനുവൽ വണ്ടി. LXI ആണ് ഓപ്ഷൻ. ഓക്കെ. മോഡൽ ഉണ്ടല്ലേ? മോഡൽ 2016. അല്ല, മോഡൽ ഉണ്ട് എന്ന് പറഞ്ഞേ. പിന്നെ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ? റീപ്ലേസ് ഒരു ഗ്ലാസ് ഉണ്ട്, ബാക്കിലെ ഡിക്ലാസ് റീപ്ലേസ് അല്ലേ? ഓട്ടോ ഒക്കെ വല്ലാണ്ടുണ്ടോ? ഓട്ടോ വല്ല ഓവറില്ല. 1.20 ഓടിക്കോ. 1.20 ഓടിയില്ല. 1.20 1.25. എന്തുപാട് മെക്കാനിക് മെക്കാനിക്കൊക്കെ നല്ല ക്ലിയർ. എത്ര കൊടുക്കാം? ഇത് നമ്മള് 2.65 ചോദിക്കുന്നുണ്ട്. 2.65 ചോദ്യം. 2.65 ചോദ്യം. കുറച്ച് കൊടുക്കാം. എന്തെങ്കിലും ആളുകൾ വരട്ടെ. ആള് വന്നാൽ എന്തെങ്കിലും കുറയും. മാക്സിമം ലോണും കിട്ടും. മാക്സിമം ഫുള്ള് ലോണും കിട്ടും. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ ഒരു ഇയോൺ കാണിച്ചു കൊടുക്കാം, ഹുണ്ടായിന്റെ. ഇതായിരുന്നു 2015 മോഡല്. 15 അല്ലേ? എറ പ്ലസ്. AC പവർ സ്റ്റിയറിംഗ്, വിൻഡോ ഒക്കെ വരും അല്ലേ? എന്ത് പാടിക്കാ വണ്ടി? കുഴപ്പമൊന്നുമില്ല. മെയിൻ ഗ്ലാസിന് ചെറിയ സ്ക്രാച്ച് ഉണ്ട്. ക്രാക്ക് ഉണ്ട്. ഒറിജിനൽ കസ്റ്റമർ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കും. ഒറിജിനൽ ഗ്ലാസ് ആയതുകൊണ്ട് നമ്മൾ മാറ്റാത്ത. ഓക്കെ. വേറെ വണ്ടി അപാകത റീപ്ലേസോ കാര്യമൊന്നുമില്ല. 4 ടയർ, പുതുപുത്തൻ ടയർ. ഓട്ടോ കമ്മി ഉണ്ടാവും. ഓട്ടം 80 ജില്ലാന ഓട്ടം അത്ര ഓടിക്കും. ഓക്കെ. ഫുൾ കട്ട് ടയർ ഉണ്ട്. ഇന്റീരിയർ ഭാഗത്ത് നല്ല കുറച്ച് എക്സ്ട്രാ ഫിറ്റ് ഒക്കെ കയറിയ വണ്ടിയാണ്. ചെറിയൊരു സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി മെക്കാനിക്കൽ പെർഫെക്റ്റ് അല്ല. മാത്രമേ ചെറിയൊരു അപാകതയായിട്ടുള്ളൂ. അതെ, മാറ്റിയും കൊടുക്കാം. എത്ര കൊടുക്കത്? ഇത് നമ്മൾ 1.65 ചോദ്യം ഉണ്ട്. കുറച്ച് കൊടുക്കല, എന്തെങ്കിലും കുറയും. കുറച്ച് കൊടുക്കാം. ലോണും കിട്ടുമല്ലേ? ഇനി 1.5 രൂപ ലോണും കിട്ടും. എന്തായാലും കിട്ടും. ഇതെവിടെ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. അതും
ചില്ലറ കിലോമീറ്റർ മാത്രം ഓടിയ ഒരു പെട്ടി പീസ് അല്ലേ? പെട്ടി പീസ് ഷോറൂം പീസ് ആണ്. എത്ര മോഡലായിരുന്നു ഇത്? ഇത് 2019 വണ്ടി. 19 മോഡൽ. ഓക്കെ. ഡാറ്റ്സന്റെ റെഡിഗോ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടം എത്ര? 26,100 അത്ര ഓടിയിട്ടുള്ളൂ. വേറെ റീപ്ലേസും കാര്യം ഒന്നുമില്ല. ആ ബാക്കിലെ ഡിക്ലാസ് ഉണ്ട്. ആ ഡിക്കിന്റെ ഗ്ലാസ് ആണ് റീപ്ലേസ് ഉണ്ട്. ബാക്ക് എടുത്തപ്പോഴോ ഞാൻ തോന്നുന്നു. വേറെ ഒരു പ്രശ്നമില്ല. എത്ര കൊടുക്കത്? ഇത് നമ്മൾ 290 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കുക. 19 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 290 ചോദിക്കുന്നുണ്ട്. മാക്സിമം ഫുള്ള് ലോണും കിട്ടും. 2.5 എന്തായാലും കിട്ടും. 2.25 കിട്ടും. പിന്നെ പ്രൊഫൈലൊക്കെ നല്ല ക്ലിയർ ആണ്. ചിലപ്പോ ഫുള്ളും കയറും. അതെ കിട്ടും. ലോൺ ഏകദേശം മാക്സിമം കിട്ടാൻ കിട്ടുമല്ലോ. നമുക്ക് ഏതായാലും പറയാം. അടുത്ത വണ്ടി കാണിച്ചു കൊടുക്കാം നമുക്ക്. ഇത് ഇത്യോസ് അല്ല? അത് ഇത്യൂസ് ടാക്സിയാണ്. ടാക്സി പെർമിറ്റ് ഉള്ള വണ്ടി. ഇത് ഒറിജിനൽ കേരള വണ്ടിയാ? ഒറിജിനൽ നമ്പർ ആയ വണ്ടി. എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2014 അല്ലേ? നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാ. നീറ്റ് ആൻഡ് ക്ലീൻ ധൈര്യമായിട്ട് ആർക്കും കൊടുത്ത് ഓടിക്കാം. അങ്ങനെ കൊണ്ടുനടക്കുന്ന ഒരു മുതലേനിത് തന്നെ. അതാ അതിന്റെ പ്രത്യേകത. ഓക്കെ. നല്ല പക്ക പീസ് അല്ലേ? നല്ല പക്ക പീസ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ? മെയിൻ ക്ലാസ് നമ്പറായ വണ്ടിക്ക് എന്തായാലും മെയിൻ ക്ലാസ് മാത്രം ഏതായാലും ഉണ്ടാവും. ഓക്കെ. നല്ല രീതിയിൽ കൊണ്ടു നടന്ന ഒരു വാഹനം. അതും ഇത്യോസ് നല്ല ബൂട്ട് സ്പേസ് മെയിന്റനൻസ് ഒക്കെ വളരെ കമ്മിയുള്ള ഒരു വാഹനം അല്ല? പിന്നെ ലോങ് യാത്രക്കെല്ലാം നല്ല സൂപ്പർ സാധനമാണ്. ധൈര്യമായിട്ട് ആർക്കും എടുത്തു. അതെ. ഇതിപ്പോ ടാക്സിനെ ഇപ്പോ നമുക്ക് പ്രൈവറ്റ് അവരാക്കണമെന്നുണ്ട്. അതിന്റെ ചെലവ് വെക്കാണെന്ന് നമ്മൾ ശരിയാക്കി കൊടുക്കുക. അതിന്റെ ചെലവ് അവര് വയ്ക്കണം അല്ലേ? ഓക്കെ. പ്രൈവറ്റ് ചെറിയ ചില്ലറ പൈസ മുടക്ക് വരും. അതെ. ടാക്സിക്കാരാണെങ്കിൽ ഏറ്റവും ബെറ്റർ. ടാക്സിക്കാരാണെങ്കിൽ എടുത്തിട്ട് എണ്ണടിച്ച് ഓടിയാൽ മതി. മൈലേജും ഉണ്ട്. 22 മൈലേജും കിട്ടും. അതെ. ഇത് മോഡൽ എത്ര? 2014 വണ്ടി അല്ലേ? 14. എത്ര കൊടുക്ക ഇത്? ഇത് നമ്മള് 3,500 രൂപ ചോദിക്കണേ. 3,500 രൂപ ചോദിക്കും. 14 വണ്ടി അല്ല? 14 വണ്ടി. ഓക്കെ. ആവശ്യക്കാർ വിളിച്ചോട്ടെ അല്ലെ? ലോണ് മാക്സിമം കിട്ടൂലേ? 2.5-3 രൂപ എന്തായാലും കയറും. ഓൾമോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതെവിടെ ഒരു കൂട് വണ്ടി, ഒരു ടാക്സി പെർമിറ്റ് ഉള്ള വണ്ടിയാണ്. ഗുഡ്സ് ആണ്. അശോക് ലൈലൻഡ് ദോസ്ത് അല്ലേ? ദോസ്ത്. എങ്ങനെയായിരുന്നു നിൽക്കാൻ മോഡല്? ഇത് 2016 വണ്ടി അല്ല? ഓക്കെ. എങ്ങനെയായിരുന്നു ഇതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താൽ? ഇതിന്റെ കാര്യങ്ങൾ പേപ്പറുകളെല്ലാം ഉണ്ട്. ഏതെങ്കിലും കമ്മി ഉണ്ടെങ്കിൽ നമ്മൾ ശരിയാക്കി കൊടുക്കും ചെയ്യും. ഓക്കെ. എന്തെങ്കിലും കമ്മി ടാക്സി കമ്മിന്റെ അടച്ചു കൊടുക്കും. ഇൻഷൂർ കമ്മിന്റെ അടച്ചു കൊടുക്കും. ഇതൊക്കെ പൈമൽ ഉണ്ട് എന്നുള്ളതാണ്. വണ്ടിക്ക് എന്തെങ്കിലും പോരാമേ പേപ്പർ സംബന്ധമായിട്ട് എന്തുണ്ട്. പിന്നെ ഈ കണ്ട സാധനം അതായത് ചെറിയ അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്യാനും പിടിച്ചാനൊക്കെ ഉണ്ട്. വന്നിട്ട് ഇപ്പൊ 4 ദിവസമായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ വന്നതാണ്. ചെന്നിട്ട് 4 ദിവസമായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഇതേ കണ്ടീഷനിൽ ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2.90 കൊടുക്കും. 2.90 കൊടുക്കും. ഈ കൂട് വണ്ടിയാ? ഈ കൂട് വണ്ടി. ഓക്കെ. അതും 2016 വണ്ടി. 2016 വണ്ടി. ഫുൾ ലോണൊക്കെ ഏകദേശം? ലോണ് 3,500 രൂപ ലോണ് കയറുന്നത്. ഓക്കെ. പൈസ മുടക്കണേലേറെ മുടക്ക് പൈസ അങ്ങോട്ട് കൊടുക്കാം. ഇതുമേ പണി ചില്ലറ പണിയെടുക്കാനുള്ള പൈസ ലോണും കയറും. ഓക്കെ. ആവശ്യക്കാർ ഇതിന്റെ ഒക്കെ ആവശ്യമുള്ള വിളിച്ചോട്ടെ? അതിന്റെ ആവശ്യക്കാരന്റെ വിളിച്ചോട്ടെ. ഓക്കെ. റിഡ്സ് കാർ അല്ല? അതും ചെറിയ പൈസ കൊടുക്കാം. ഡീസൽ വണ്ടി? ഡീസൽ വണ്ടി ക്ലീൻ പീസ്. നമുക്ക് ആദ്യം ഇത് കാണിച്ചു കൊടുക്കല്ല. ഇതെങ്ങനെയായിരുന്നു മോഡല്? ഇത് 2011 വണ്ടി. പുതിയ പേപ്പർ എടുത്ത സാധനം. പുതിയ പേപ്പർ എടുത്തിട്ട് ഒരാഴ്ചയായി. ആയിട്ടുള്ളൂ. നല്ല ക്ലീൻ പീസ് അല്ല? ക്ലീൻ പീസ്. VDI LDI? ഇത് VDI വണ്ടി അല്ല? അലവില് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്ലീൻ. ഓക്കെ. നല്ല ക്ലീൻ പീസ്. ഇന്റീരിയർ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി ഓട്ടോ വല്ലാണ്ടുണ്ടോ? ഓട്ടോ 1.24 1.34 അത്ര ഓടിച്ചു. ഓണർഷിപ്പ് കയറിനാ? ഓണർഷിപ്പ് 3 ആയിട്ടുണ്ടാവില്ല. പഴയ വണ്ടിയല്ല? ഓണറത്ത് അതിനൊന്നും നോക്കാൻ. ഇതില് 22 കിലോമീറ്റർ മൈലേജ് കിട്ടില്ല. ഓണർ നോക്കാതിന് അല്ല അടിച്ചാ പോവാ. 6 ഞങ്ങളെടുത്ത്. അതെ. ഇത് നമുക്ക് ചെറിയ പൈസ കൊടുക്കും. ഇതിപ്പോ ഓൾറെഡി ഇപ്പൊ 5 കൊല്ലത്തെ പുതിയ പേപ്പർ എടുത്ത് ഇപ്പൊ ഒരാഴ്ച ആയിട്ടുള്ളൂ. എത്ര കൊടുക്കാൻ പറ്റും ഇത്? ഇത് നമ്മള് 2.45 ചോദിക്കുന്നുണ്ട്. 2.45 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കാം. ലോണ് കിട്ടുമോ? ഇതിന് ലോണും കിട്ടും. ലോൺ ഏകദേശം 2 രൂപ അടുത്ത് ലോണും കിട്ടും. അപ്പൊ ആവശ്യക്കാർ നോക്കട്ടെ. ഇവിടെ ഒരു നേവി കളർ അല്ല, ഒരു ബ്ലൂ കളർ. 2010 ഡീസൽ. 10. ഓക്കെ. ഇത് പേപ്പർ എടുത്തേക്കണ? ഇത് പുതിയ പേപ്പർ. ഇതും പുതിയ പേപ്പർ.
ഓക്കെ, ഇതും നല്ല വണ്ടി. നല്ല വണ്ടി, റീപ്ലേസ് ഇല്ല, മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ്. മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ്, വേറെ ഒന്നുമില്ല. ഇതില് റീപ്ലേസ് ഇല്ല, അതിലില്ല. ഇതില് മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. വേറെ തട്ടുമുട്ടി കുത്തി അങ്ങനത്തെ മേജർ ആയിട്ടുള്ള ഒന്നുമില്ല അല്ല. ഓട്ടം വല്ലാണ് ഉണ്ടായത്? ഓട്ടം എത്ര? 1.40 ഓടി. അത്ര ഓടിയിട്ടുണ്ട് അല്ലെ? ഓക്കെ. ഇത് എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമ്മള് 2 രൂപ ചോദിക്കുന്നുണ്ട്. 2 രൂപ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും കുറച്ച് കൊടുക്കും. ഇതിന് ലോണ് കിട്ടും? ലോൺ ഇതിനും കിട്ടും. ഓക്കെ. ഈ 2 വണ്ടിയും നല്ല അടിപൊളി വണ്ടി എന്നാ മൂപ്പര് പറയുന്നത്. ഇക്ക പറയുന്ന നല്ല ക്വാളിറ്റി വണ്ടി, കണ്ണ് ചിമ്മിയിട്ട് ഇറക്കാണ്. അപ്പൊ ആവശ്യക്കാരാണെങ്കിൽ ആർക്കും ഇനി സംശയം കൊണ്ടേ ചെക്ക് ചെയ്യാം. നമുക്ക് സന്തോഷം അതാണ്. അതെ, ചെക്ക് ചെയ്യാതെ എടുക്കണ്ട അല്ലെ? അതാണ്, ചെക്ക് ചെയ്ത് മാത്രം എടുത്താൽ മതി. വണ്ടി നല്ല മീയത്തിൽ മീയാന്ന് പറയുന്നുള്ളത്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കോ. അപ്പോ ലാസ്റ്റ് വണ്ടിയാണ് ഇവിടെ കാണിച്ചത്. ഇനിയും ഇവിടെ കുറെ വണ്ടികളുണ്ട് കേട്ടോ. അത് ആ ഭാഗത്തൊക്കെ ഒരു 10-25 വണ്ടികളുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പൊ കാണാൻ മറക്കരുത്. അപ്പൊ ഇക്ക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ. ഓക്കെ. ബാക്കി വണ്ടികൾ അടുത്ത വീഡിയോയിൽ കാണിക്കാലോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്.